ഹലോ, SCERT ജിയോളജി പാർട്ട് 4ലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു ഭാഗത്ത് നമ്മൾ എടുക്കാൻ പോകുന്നത് ടെക്സ്ചേഴ്സ് ഓഫ് ഇഗ്നിയസ് റോക്കിൻ്റെ കണ്ടിന്യൂഷനാണ്. ആയതിനാൽ പാർട്ട് 3 നിർബന്ധമായിട്ടും കാണണം. പാർട്ട് 1ഉം പാർട്ട് 2ഉം പാർട്ട് 3യും കണ്ടതിന് ശേഷം മാത്രം ഈ ഒരു വീഡിയോ കാണുക. SCERT ജിയോളജി ടെക്സ്റ്റ് ബുക്കിലെ വളരെ കൃത്യതയോടെ എല്ലാ ഭാഗങ്ങളും ഉൾപ്പെടുത്തിയിട്ടാണ് ഈ ഒരു സ്ലൈഡ് തയ്യാറാക്കുന്നത്. അതിനാൽ നിങ്ങൾക്ക് ഒരു 100% മാർക്ക് തിയറിയിൽ സ്കോർ ചെയ്യാൻ ഈ ഒരു നോട്ട്സ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുമെന്നാണ് എൻ്റെ വിശ്വാസം. അത് നിങ്ങൾ എത്രത്തോളം പഠിക്കുന്നു എന്നതിനെ അടിസ്ഥാനമാക്കിയാണ്. എല്ലാ കാര്യങ്ങളും വ്യക്തമായി മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ തിയറിയിൽ 100% മാർക്ക് നമുക്ക് വാങ്ങാൻ സാധിക്കും. ഓക്കെ, ഈ ഒരു നോട്ട് അല്ലാതെ നിങ്ങൾക്ക് എക്സ്ട്രാ വേണമെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് ഒന്ന് വായിച്ച് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അതിലുള്ള എല്ലാ ഭാഗങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു നോട്ടാണ് സ്ലൈഡിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതെന്ന്. ആയതിനാൽ നിങ്ങൾ ഇത് വളരെ വ്യക്തമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് പഠിച്ചു വെക്കുക. കാരണം ഞാൻ പറഞ്ഞു, ഫസ്റ്റ് ഇയറിലെ മിനറൽസ് എന്ന യൂണിറ്റും സെക്കൻഡ് ഇയറിലെ ദ വേൾഡ് ഓഫ് റോക്സും അതിൻ്റെ തൊട്ടടുത്തുള്ള എക്കണോമിക് മിനറൽ ഡെപ്പോസിറ്റ്സ് എന്ന് പറയുന്ന ഈ 3 യൂണിറ്റും വെച്ചിട്ടാണ് നിങ്ങൾക്ക് പ്രാക്ടിക്കൽ, അതായത് 40 മാർക്കിൻ്റെ പ്രാക്ടിക്കൽ നിങ്ങൾക്ക് ഉണ്ടായിരിക്കുക. അപ്പം പ്രാക്ടിക്കൽ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ ഈ 3 യൂണിറ്റ് നിർബന്ധമായിട്ട് നിങ്ങൾ വളരെ വ്യക്തമായി പഠിച്ചു കഴിഞ്ഞാൽ പ്രാക്ടിക്കലിലെ 40 മാർക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഈ ലെസണിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്, ഈ ഒരു ഭാഗത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ടെക്സ്ചേഴ്സ് ഓഫ് ഇഗ്നിയസ് റോക്കിൻ്റെ കണ്ടിന്യൂഷനായിട്ടുള്ള ക്രിസ്റ്റാലിനിറ്റിയെ കുറിച്ചിട്ടാണ്. അപ്പോൾ കഴിഞ്ഞ പാർട്ടിൽ നമ്മൾ പറഞ്ഞത്, തേർഡ് പാർട്ടിൽ പറഞ്ഞത് ടെക്സ്ചേഴ്സ് ഓഫ് ഇഗ്നിയസ് റോക്കായിരുന്നു. അതിൻ്റെ ഗ്രാനുലാരിറ്റിയെ കുറിച്ചിട്ടാണ് നമ്മൾ പറഞ്ഞത്. അതുപോലെ തന്നെ അതിൻ്റെ സബ് ഹെഡിങ്, അതായത് ടെക്സ്ചേഴ്സ് ഓഫ് ഇഗ്നിയസ് റോക്ക് മെയിൻ ഹെഡിങ് എഴുതാം. then അതിൻ്റെ സബ് ഹെഡിങ് ആയിട്ട് ആരൊക്കെ ഗ്രാനുലാരിറ്റി എഴുതി. ഇനി ആ ഗ്രാനുലാരിറ്റി 1 എന്ന് നിങ്ങൾ കൊടുത്തിക്കുകയാണെങ്കിൽ ഈ ക്രിസ്റ്റാലിനിറ്റി നിങ്ങൾക്ക് 2 നക്കം കൊടുത്തിട്ട് സബ് ഹെഡിങ് ആയിട്ട് എഴുതാം. അതായത് ടെക്സ്ചേഴ്സ് ഓഫ് ഇഗ്നിയസ് റോക്ക് മെയിൻ ഹെഡിങ് ആണെങ്കിൽ ഈ ഗ്രാനുലാരിറ്റിയും ക്രിസ്റ്റാലിനിറ്റിയും എന്താണ്, ഇതിൻ്റെ സബ് ഹെഡിങ് ആണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ അണ്ടറിൽ വരുന്ന പോയിന്റുകളാണ്. ഓക്കെ, അപ്പോൾ ടെക്സ്ചറിനെ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്ന ടേമുകളാണ് ഈ ഗ്രാനുലാരിറ്റിയും ഈ ക്രിസ്റ്റാലിനിറ്റിയും എല്ലാം. ഓക്കെ, ഇങ്ങനെ പറഞ്ഞു തരുന്നത് നിങ്ങൾക്ക് നോട്ട് ചെയ്തുമ്പോൾ ഒരു കൺഫ്യൂഷൻ വേണ്ട എന്ന് വിചാരിച്ചിട്ടാണ്. വളരെ വ്യക്തമായിട്ട് നോട്ട് ചെയ്താൽ. ഓക്കെ, ക്രിസ്റ്റാലിറ്റിയെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഭാഗത്ത് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം. Any rock composed entirely of crystallized minerals without glassy matter is described as a crystalline rock. അതായത് ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ഒരു ക്രിസ്റ്റലൈൻ റോക്ക് എന്ന് പറയുന്നതിന് നമ്മൾ നിർബന്ധമായിട്ടും ഒരു ശിലയെ, അതായത് ഒരു ഇഗ്നിയസ് റോക്കിനെ അതൊരു ക്രിസ്റ്റലൈൻ റോക്കാണെന്ന് പറയുകയാണെങ്കിൽ അവിടെ നിർബന്ധമായിട്ടും അതിലുള്ള എല്ലാ ധാതുക്കളും നിർബന്ധമായിട്ടും എന്തായിട്ടിരിക്കണം, ക്രിസ്റ്റലൈസ്ഡ് ഫോം ആയിരിക്കണം. മുഴുവൻ ധാതുക്കളും ക്രിസ്റ്റലൈസ്ഡ് ഫോം ആയിരിക്കണം. അവിടെ എന്തുണ്ടാകാൻ പാടില്ല, വിത്തൗട്ട് ഗ്ലാസി മാറ്റർ. ഗ്ലാസി മാറ്റർ കംപ്ലീറ്റ് ആയിട്ട് എന്താണ്, ആബ്സെൻ്റ് ആയിരിക്കണം. അവിടെ ഒരു ഗ്ലാസി മാറ്റർ അതേമാതിരിയുള്ള സംഭവങ്ങളൊന്നും അവിടെ ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടാവും, ക്രിസ്റ്റലൈസ്ഡ് എന്താണ് ഈ ക്രിസ്റ്റലൈസ്ഡ് എന്നൊക്കെ. ക്രിസ്റ്റൽസിനെ കുറിച്ച് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. ക്രിസ്റ്റൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു സോളിഡ് ആയിട്ടുള്ള ഒരു ഫോമാണ്. അതിന് പ്രത്യേകമായിട്ടുള്ള ഒരു ഹൈലി ഓർഡേർഡ് ആയിട്ടുള്ളൊരു മൈക്രോസ്കോപ്പിക് സ്ട്രക്ചർ അതിനുണ്ടായിരിക്കും. അറേഞ്ച്ഡ് ആയിട്ടുള്ള ആറ്റംസും അയോൺസും മോളിക്യൂൾസും ഇതൊക്കെ പല രീതിയിൽ, പല ടെമ്പറേച്ചർ, പല പ്രഷർ കണ്ടീഷനിലാണ് ഇത് എന്ത് ചെയ്യുന്നത്, ബോണ്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിനാൽ ഇതിൻ്റെ ആ ഒരു ഫോമേഷൻ സമയത്ത് ആവശ്യമായിട്ടുള്ള ഹീറ്റ് ആൻഡ് പ്രഷർ കണ്ടീഷനിലാണെങ്കിൽ ചില പ്രത്യേക തരത്തിലുള്ള ഫോമുകൾ, ചില പ്രത്യേക തരത്തിലുള്ള മിനറൽസ് പല കണ്ടീഷനിലായിട്ട് രൂപപ്പെടുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ വ്യക്തമായിട്ടുള്ളൊരു ഗ്രോത്ത് സംഭവിച്ചിട്ടുള്ള, അല്ലെങ്കിൽ വളരെ ഒരു പ്രത്യേകമായിട്ടുള്ള ജിയോമെട്രിക്കൽ ഫോമുള്ള, അല്ലെങ്കിൽ വ്യക്തമായിട്ടുള്ളൊരു സിമ്മെട്രി ഉള്ള, വ്യക്തമായിട്ടൊരു ഷേപ്പ് സൈസൊക്കെ ഉള്ള ഇത്തരം ഫോമുകളെയാണ് നമ്മൾ ക്രിസ്റ്റൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ശിലയിൽ നമ്മൾ അതിൻ്റെ തിൻ സെക്ഷനൊക്കെ എടുത്ത് നമ്മൾ ഓപ്റ്റിക്കൽ പ്രോപ്പർട്ടീസൊക്കെ നമ്മൾ അനലൈസ് ചെയ്യുന്ന സമയത്ത് അത് എത്രത്തോളം
എത്രത്തോളം അതിൻ്റെ ഫേസും കാര്യങ്ങളും അതിൻ്റെ മറ്റു സിമെട്രിയും കാര്യങ്ങളും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പഠനവിധേയമാക്കാൻ പറ്റും. അപ്പോൾ ആയതിനാൽ ഒരു ക്രിസ്റ്റാലിനിറ്റി എന്ന് പറയുന്നത് നമ്മൾ ഈ ഇഗ്നിയസ് റോക്കിൻ്റെ ഒരു ടെക്സ്ചർ നമുക്ക് ഈ ഒരു ക്രിസ്റ്റാലിനിറ്റി വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഇഗ്നിയസ് റോക്കിനെ നമുക്ക് വീണ്ടും എന്ത് ചെയ്യാം, പല രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. ഓക്കെ, അതാണ് നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് താഴത്ത് കൊടുത്തിരിക്കുന്ന ക്രിസ്റ്റാലിനിറ്റി, ഇറ്റ് റെഫേഴ്സ് ടു ദ ഡിഗ്രി ഓഫ് ക്രിസ്റ്റലൈസേഷൻ ഇൻ എ റോക്ക്. അതായത് ഒരു ശിലയിൽ എത്ര എമൗണ്ട് ഓഫ് ക്രിസ്റ്റലൈസേഷൻ ആണ് നടക്കുന്നത്, അല്ലെങ്കിൽ എത്ര തോതിലാണ് ക്രിസ്റ്റലൈസേഷൻ നടക്കുന്നത് എന്നതിനെ വിവരിക്കുന്ന ഒരു ടേമാണ് നമ്മുടെ ഈ ക്രിസ്റ്റാലിനിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു ഇഗ്നിയസ് റോക്കിൻ്റെ ക്രിസ്റ്റാലിനിറ്റി അല്ലെങ്കിൽ ഒരു ഇഗ്നിയസ് റോക്കിൻ്റെ ടെക്സ്ചർ നമ്മൾ ക്രിസ്റ്റാലിനിറ്റിയെ അടിസ്ഥാനമാക്കി ക്ലാസിഫൈ ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, അതായത് ഒരു ഇഗ്നിയസ് റോക്കിൻ്റെ ടെക്സ്ചറിനെ ക്രിസ്റ്റാലിനിറ്റി, അതായത് ടെക്സ്ചറായിട്ടുള്ള ക്രിസ്റ്റാലിനിറ്റി അടിസ്ഥാനമാക്കി നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, ക്ലാസിഫൈ ചെയ്യാൻ പോവാണ്. ഓൾറെഡി നമ്മൾ പ്രീവിയസ് പാർട്ടിൽ നമ്മൾ പറഞ്ഞത് ഗ്രാനുലാരിറ്റിയാണ്, അത് വേറൊരു ടെക്സ്ചറാണ്. ഇത് രണ്ടാമത് നമ്മൾ പഠിക്കുന്ന മറ്റൊരു ടെക്സ്ചറാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂഷൻ ആകരുത്. അപ്പോൾ ഇതിൻ്റെ മലയാളം നോട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. അതായത് ഗ്ലാസി പദാർത്ഥങ്ങളില്ലാതെ പൂർണ്ണമായും ക്രിസ്റ്റലൈസ് ചെയ്ത ധാതുക്കൾ ചേർന്ന് ഏത് ശിലയെയും ഒരു ക്രിസ്റ്റലൈൻ ശില എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഓക്കെ, ഒരു ശിലയിലെ ക്രിസ്റ്റലൈസേഷൻ്റെ അളവിനെയാണ് ക്രിസ്റ്റാലിനിറ്റി എന്ന് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ക്രിസ്റ്റാലിറ്റി സൂചിപ്പിക്കുന്നത് എന്താണ്, ഒരു ശിലയിലെ ക്രിസ്റ്റലൈസേഷൻ്റെ എത്ര തോതിലാണ് അതിലുള്ള മിനറൽസൊക്കെ ഗ്രോത്ത് ചെയ്തത്, എത്ര തോതിലാണ്, അത് ഫുള്ളായിട്ടുണ്ടോ അതോ പാർഷ്യലി ആണോ ഒട്ടും തന്നെ ഇല്ലയോ എന്നതിനെ അടിസ്ഥാനമാക്കിയാണ് നമ്മളിവിടെ ക്ലാസിഫൈ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമ്മൾ അടുത്തത് പഠിക്കാൻ പോകുന്നത് 3 ടൈപ്സ് ഓഫ് ക്രിസ്റ്റാലിനിറ്റിയാണ്. 3 ടൈപ്സ് ഓഫ് ക്രിസ്റ്റാലിനിറ്റി. അപ്പോൾ ക്രിസ്റ്റലൈസേഷൻ എന്ന് പറയുന്നത് ഒരു പ്രോസസ്സാണ്. അതായത് മാഗ്മ, ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, മാഗ്മ നമ്മുടെ ഭൂമിയുടെ ഒരുപാട് കിലോമീറ്റർ ഡെപ്തിൽ കിടക്കുന്ന മാഗ്മ, ആ ഡെപ്തിൽ നിന്ന് അത് പതുക്കെ നമ്മുടെ ഭൂമിയുടെ സർഫസിലേക്ക് ഉയർന്നു വരുന്ന സമയത്ത് അത് അതിൻ്റെ പഴയ സ്റ്റേജിൽ നിന്ന് അത് കുറച്ച് മുകളിലേക്ക് വരുന്ന സമയത്ത് അവിടെ ടെമ്പറേച്ചറിൽ ഉണ്ടാകുന്ന വ്യത്യാസം, പ്രഷറിൽ ഉണ്ടാകുന്ന വ്യത്യാസം കാരണം ചില പ്രത്യേകമായിട്ടുള്ള ധാതുക്കൾ അവിടെ ചില പ്രത്യേക കണ്ടീഷനിൽ ഫോം ചെയ്യുന്നു. അങ്ങനെ പല പല സ്റ്റെപ്പായിട്ട് പല പല കണ്ടീഷനിൽ, പല ടെമ്പറേച്ചർ പ്രഷർ കണ്ടീഷനിൽ പല ഡിഫറെൻ്റ് ആയിട്ടുള്ള ആറ്റംസ് കൂടി ചേർന്ന് പല രീതിയിലുള്ള ധാതുക്കൾ രൂപപ്പെടുന്നുണ്ട്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ബൗണ്ട് റിയാക്ഷൻ സീരീസ് എന്ന് പറഞ്ഞിട്ട് ഒരു ചാർട്ട് ഉണ്ട്. അതൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് കുറച്ചും പാടെ വ്യക്തമാവും. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും പാടെ എന്താ പറയുക, ഒരു അതിനെക്കുറിച്ചൊരു അറിവ് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതാണ്. എക്സാമിനൊന്നും അത് ചോദിക്കാറില്ല. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് റെഫർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ക്രിസ്റ്റലൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഓരോ പടിപടിയായിട്ടാണിത് ഓരോരോ വ്യത്യസ്ത ടെമ്പറേച്ചർ പ്രഷർ കണ്ടീഷനിലാണ് ഈ ഇത്തരത്തിലുള്ള സോളിഡ് ആയിട്ടുള്ള ഈ ഒരു ഫോമുകൾ അല്ലെങ്കിൽ ഗ്രെയിൻസ് ഒക്കെ രൂപപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഓരോ ശിലകളും ഓരോ വ്യത്യസ്ത മേഖലകളിലാണ് രൂപപ്പെടുന്നത് എന്നതാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ നമ്മളിവിടെ ഈ 3 ടൈപ്സാണ് ക്രിസ്റ്റാലിനിറ്റി ഉള്ളത്. ഓക്കെ, നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് 3 ടൈപ്സാണ് ക്രിസ്റ്റാലിനിറ്റി. 3 ടൈപ്സ് ആണുള്ളത്. ഓക്കെ, നമുക്ക് നോക്കാം. ഒന്നാമത്തത്, ഈ ടേമൊന്നും കണ്ടിട്ട് പേടിക്കേണ്ട, വളരെ സിമ്പിളാണ്, ശ്രദ്ധിച്ചാൽ മതി. ഹോളോ ക്രിസ്റ്റലൈൻ. ഒന്നാമത്തത് ഹോളോ ക്രിസ്റ്റലൈൻ റോക്സ് വിച്ച് ആർ കമ്പോസ്ഡ് എൻറ്റയർലി ഓഫ് ക്രിസ്റ്റലൈൻ ഗ്രെയിൻസ്. റോക്സ് വിച്ച് ആർ കമ്പോസ്ഡ് എൻറ്റയർലി ഓഫ് ക്രിസ്റ്റലൈൻ ഗ്രെയിൻസ്. എന്താ അതിൻ്റെ മീനിങ്? അതായത് ഈ ഒരു ശിലയിൽ മുഴുവനായിട്ടും പൂർണ്ണമായിട്ടും ക്രിസ്റ്റലൈസ്ഡ് അല്ലെങ്കിൽ ക്രിസ്റ്റൽസ് ആയിട്ടുള്ള ഗ്രെയിൻസ് ആണെങ്കിൽ അതിനെ നമ്മൾ ഹോളോ ക്രിസ്റ്റലൈൻ എന്നാണ് പറയുന്നത്. അതായത് ഒരു ശിലയിൽ പൂർണ്ണമായിട്ടും ക്രിസ്റ്റലൈൻ ഗ്രെയിൻസ് ആണെങ്കിൽ, അതായത് പൂർണ്ണമായും ഗ്രോത്ത് സംഭവിച്ചിട്ടുള്ള ക്രിസ്റ്റൽസ് ആണ് അതിലുള്ളതെങ്കിൽ അത്തരം ശിലകളെയാണ് നമ്മൾ എന്ത് പേര് പറയുന്നത്? ഇത് ഹോളോ ക്രിസ്റ്റലൈൻ റോക്കാണ്, ഇത് ഹോളോ ക്രിസ്റ്റലൈൻ ഇഗ്നിയസ് റോക്കാണ് എന്ന് നമുക്കതിൻ്റെ ടെക്സ്ചറിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റും. ദെൻ രണ്ടാമത്തെ ടെക്സ്ചറാണ് എന്ത്? മെറോ ക്രിസ്റ്റലൈൻ. എന്താണ് മെറോ ക്രിസ്റ്റലൈൻ? അല്ലെങ്കിൽ അതിന് വേറൊരു പേരുണ്ട്, എന്താ? ഹൈപ്പോ ക്രിസ്റ്റലൈൻ. Rocks made of partially of crystalline grains embedded in an amorphous or glassy matrix. അതായത് മെറോ ക്രിസ്റ്റലൈൻ്റെ പ്രത്യേകത എന്താ? അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് നമ്മുടെ കോമൺ സെൻസ് ഉപയോഗിച്ചാൽ മതി. അതായത് ഹോളോ ക്രിസ്റ്റലൈനിൽ നമ്മൾ എന്ത് പറഞ്ഞു? ഫുള്ളായിട്ടും അത്തരം ശിലയിൽ എന്തായിരിക്കും? ക്രിസ്റ്റലൈൻ ഗ്രെയിൻസ് ആയിരിക്കും. ഓക്കെ, അതായത് ഫുള്ളായിട്ട് ഗ്രോത്തൊക്കെ സംഭവിച്ചിട്ടുള്ളതായിരിക്കും. എന്നാൽ മെറോ ക്രിസ്റ്റലൈൻ എന്തായിരിക്കും? അപ്പം നമുക്ക് നോക്കാം.
റോക്സ് മെയ്ഡ് ഓഫ് പാർഷ്യലി ഓഫ് ക്രിസ്റ്റലൈൻ ഗ്രെയിൻസ് ആണ്. എന്തിനാലാണ് ഇത്തരം ശിലകൾ നിർമ്മിതമായിട്ടുള്ളത്? പാർഷ്യലി ക്രിസ്റ്റലൈൻ ഗ്രെയിൻസ്. ഓക്കെ, അതായത് വളരെ കുറച്ച് ഭാഗികമായിട്ട് മാത്രം ക്രിസ്റ്റലൈൻ ഗ്രെയിൻസ് ഇത്തരം ശിലകളിൽ കാണുന്നുള്ളൂ. ഓക്കെ, ബാക്കി എന്താ? അതിൻ്റെ പാർഷ്യലി എന്ന് പറയുമ്പോൾ അത് പകുതി അല്ലെങ്കിൽ ഭാഗികമായിട്ടെന്ന് പറയുമ്പോൾ ബാക്കി അതിൻ്റെ അവശേഷിക്കുന്ന ഭാഗത്ത് ആരായിരിക്കും നോക്കാം. ഗ്രെയിൻസ് എംബഡഡ് ഇൻ അമോഫസ് ഓർ ഗ്ലാസി മാട്രിക്സ്. ബാക്കിയുള്ളത് എന്താണ്? ഗ്ലാസി മാട്രിക്സ് അല്ലെങ്കിൽ അമോഫസ്. അപ്പോൾ ഇത്തരത്തിലുള്ള അമോഫസ് അല്ലെങ്കിൽ ഗ്ലാസി മാട്രിക്സിൽ ഉൾപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ നിലകൊള്ളുന്ന അതിൽ ഉൾക്കൊണ്ടിട്ടുള്ള ക്രിസ്റ്റലൈൻ ഗ്രെയിൻസിൻ്റെ, അതായത് കുറച്ച് പാർഷ്യലി ഭാഗികമായിട്ട് ക്രിസ്റ്റലൈൻ ഗ്രെയിൻസ് ഉള്ള ശിലയാണെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും? മെറോ ക്രിസ്റ്റലൈൻ. അപ്പോൾ നിങ്ങൾക്കൊരു സംശയം ഉണ്ടായിരിക്കും, അമോർഫസ് അല്ലെങ്കിൽ ഒരു ഗ്ലാസി മാട്രിക്സ് എന്ന് പറഞ്ഞാൽ. അതായത് അമോർഫസ് എന്ന് പറഞ്ഞാൽ നമ്മളെ ക്രിസ്റ്റലൈൻ്റെ നേരെ ഓപ്പോസിറ്റ് ടേമാണ്. അതായത് അവിടെ എന്തില്ല? ക്രിസ്റ്റൽസ് ഇല്ല. ഓക്കെ, അവിടെ ക്രിസ്റ്റൽസ് ഒന്നും ഫോം ചെയ്യാനുള്ള ആ ഒരു അവസ്ഥയിലുള്ള കണ്ടീഷനില്ലായിരുന്നു. അതുകൊണ്ട് അവിടെ അമോഫസ് കണ്ടീഷനിലാണ്. അതായത് പെട്ടെന്ന് അതിലുള്ള ആറ്റംസോ അല്ലെങ്കിൽ അതിലുള്ള ഗ്രെയിൻസോ ഒക്കെ എന്താണ്, ഒരു ഓറിയൻറ്റേഷനോ കാര്യങ്ങളൊന്നുമില്ല, ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ളൊരു ഫോമോ ഷേപ്പോ ഒന്നുമില്ല. അത്തരത്തിലുള്ള സോളിഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ശിലാഭാഗങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അമോർഫസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഗ്ലാസി മാട്രിക്സ് എന്ന് പറയും. ഗ്ലാസി മാട്രിക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗ്ലാസി അമോഫസ് എന്നാണ് അതിന് നമുക്ക് വേണമെങ്കിൽ പറയാം. അതുപോലെ അല്ലെങ്കിൽ ഗ്ലാസി മാട്രിക്സ്, അതായത് നമ്മുടെ സാധാ ഗ്ലാസ് ഇല്ലേ, അതുപോലെ തോന്നുന്ന അതിൻ്റെ ഒരു ലെസ്ചറുള്ള അതിൻ്റെ ഒരു അപ്പിയറൻസ് നമുക്ക് തോന്നുന്ന അത്രയും ഫൈനായിട്ടുള്ള അത്രയും എന്താണ് സ്മോൾ ഗ്രെയിൻസ് ഉള്ള ഒരു ക്രിസ്റ്റലൈസേഷൻ പ്രോസസ്സും എന്താണ് ഇൻവോൾവ്ഡ് അല്ലാത്ത അത്തരം ഫോമുകളെയാണ് നമ്മൾ ഗ്ലാസി മാട്രിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഹോളോ ക്രിസ്റ്റലൈൻ എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ടും ക്രിസ്റ്റലൈൻ ഗ്രെയിൻസ് ഉള്ള ധാതുക്കൾ അടങ്ങിയിരിക്കുന്ന ശിലയെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹോളോ ക്രിസ്റ്റലൈൻ ഇഗ്നിയസ് റോക്ക് എന്ന് പറയുന്നത്. ദെൻ മെറോ ക്രിസ്റ്റലൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഭാഗികമായി മാത്രം ക്രിസ്റ്റലൈൻ ഗ്രെയിൻസും ഭാഗികമായിട്ട് ആരുള്ളത്? ഗ്ലാസി മാട്രിക്സും ഉണ്ടെങ്കിൽ അത്തരം ശിലകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മെറോ ക്രിസ്റ്റലൈൻ ഗ്രെയിൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ മലയാളം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഹോളോ ക്രിസ്റ്റലൈൻ ശിലകൾ എന്ന് പറഞ്ഞാൽ ഇത്തരം ശിലകൾ പൂർണ്ണമായും ക്രിസ്റ്റലൈൻ ഗ്രെയിൻസ് ചേർന്നതാണ്, അതായത് ക്രിസ്റ്റലൈൻ ധാതുക്കൾ ചേർന്നതാണ്. ദെൻ ബിയിൽ മെറോ ക്രിസ്റ്റലൈൻ കൊടുത്ത് അല്ലെങ്കിൽ ഹൈപ്പോ ക്രിസ്റ്റലൈൻ എന്നാണ് ഒരു രൂപരഹിത അല്ലെങ്കിൽ ഗ്ലാസി മാട്രിക്സിൽ ഉൾച്ചേർത്ത അല്ലെങ്കിൽ കൂടിക്കലർന്ന് കിടക്കുന്ന ഭാഗികമായ ക്രിസ്റ്റലൈൻ ഗ്രെയിൻസിനാൽ നിർമ്മിതമായ ശിലകളെയാണ് മെറോ ക്രിസ്റ്റലൈൻ എന്ന് പറയുന്നത്. മെറോ ക്രിസ്റ്റലൈനിൽ വേറൊരു ടേം വേണ്ട, അത് ഓർത്ത് വെക്കുക, ഹൈപ്പോ ക്രിസ്റ്റലൈൻ എന്നൊക്കെ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ടേം കണ്ട് പേടിക്കേണ്ട, വളരെ സിമ്പിളാണ്. വീണ്ടും ഞാൻ പറയാണ്, ഹോളോ ക്രിസ്റ്റലൈൻ എന്ന് പറഞ്ഞാൽ അതിൽ നിങ്ങൾ നോക്കേണ്ടത് എന്താണ്? ശിലകളിൽ പൂർണ്ണമായിട്ടും ക്രിസ്റ്റലൈൻ ഗ്രെയിൻസ് ഉണ്ടെങ്കിൽ അത് നമുക്ക് ഹോളോ ക്രിസ്റ്റലൈൻ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ക്രിസ്റ്റാലിറ്റി, ചില റോക്സിൻ്റെ ക്രിസ്റ്റാലിറ്റി ഒന്നും നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല. അതിലൊക്കെ നമ്മൾ അത്രയും എക്സ്പേർട്ടും കാര്യങ്ങളൊക്കെ ആവണം. ഓക്കെ, ഇപ്പോൾ ലാബിലാണെങ്കിൽ കൂടി നിങ്ങൾക്ക് അധ്യാപകർ പറഞ്ഞു തരും. ഓക്കെ, അപ്പോൾ നമ്മൾ ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടീസൊക്കെ വളരെ വ്യക്തമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എല്ലാ കാര്യങ്ങളും അത് എത്രത്തോളം ക്രിസ്റ്റലൈസ്ഡ് ആണ് എന്നുള്ളതൊക്കെ നമുക്ക് ശരിക്കും പറയാൻ പറ്റുള്ളൂ. ഓക്കെ, ദെൻ നമ്മുടെ മെറോ ക്രിസ്റ്റലൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പാർഷ്യലി ക്രിസ്റ്റലൈസ്ഡ് ആണെന്ന് പറയാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയറിൽ ഈ എന്താ പറയുക, മിനറൽസിൻ്റെ പിക്ചറും കാര്യങ്ങളും അല്ലെ, ഫോം ഓർ ഹാബിറ്റൊക്കെ പഠിച്ച സമയത്തൊക്കെ ഒരു ധാരണ ഉണ്ടാവണം. ആ ധാരണയൊക്കെ വെച്ച് ഇത് കണക്ട് ചെയ്യണം, എന്നാലേ നിങ്ങൾക്ക് ഈ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് ഉൾക്കൊള്ളാൻ കഴിയുള്ളൂ. അല്ലാതെ പക്ഷേ നിങ്ങൾക്ക് ഫുള്ള് ബ്ലാങ്കായി ഇങ്ങനെ കിടക്കും. ഓക്കെ, ഇനി നിങ്ങൾക്ക് മറന്നു പോയിട്ടുണ്ടെങ്കിൽ ആ ഭാഗങ്ങളൊക്കെ ഒന്ന് എടുത്തിട്ട് ഒന്ന് റിവിഷൻ ചെയ്യാം. ഓക്കെ, അടുത്തതായി ഹോളോ ഹൈലൈൻ ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പഠിച്ചത് ഏതൊക്കെയാണ്? ഹോളോ ക്രിസ്റ്റലൈൻ, മെറോ ക്രിസ്റ്റലൈൻ പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, ഇനി ക്രിസ്റ്റാലിറ്റിയിലെ മൂന്നാമത്തെ ടൈപ്പാണ് ഹോളോ ഹൈലൈൻ. ഓക്കെ, ഹോളോ ഹൈലൈൻ റോക്സ് കമ്പോസ്ഡ് കംപ്ലീറ്റ്ലി ഓഫ് ഗ്ലാസി മെറ്റീരിയൽ. ഓക്കെ, സച്ച് ആസ് ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്, ഒബ്സീഡിയൻ ഫോമഡ് ബൈ ചില്ലിങ് ഓർ സൂപ്പർ കൂളിംഗ് ഇൻ വിച്ച് നോ ക്രിസ്റ്റലൈസേഷൻ ഈസ് ഇൻവോൾവ്ഡ്. അപ്പോൾ ഹോളോ ഹൈലൈൻ എന്ന് പറയുന്നത് ഇത്തരം ടെക്സ്ചർ, അതായത് ഹോളോ ഹൈലൈൻ ടെക്സ്ചർ എന്ന് പറയുകയാണെങ്കിൽ അവിടെ നിർബന്ധമായിട്ട് എന്തായിരിക്കണം? അവിടെ ഗ്ലാസി മെറ്റീരിയൽ ആയിരിക്കണം. അവിടെ ഒരു ക്രിസ്റ്റലൈസേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സേ അവിടെ നടന്നിട്ടില്ല. ഓക്കെ, അത്തരം ശിലകളെയാണ് നമ്മൾ ഏത് രീതിയിൽ നമ്മൾ വർണ്ണിക്കുന്നത്? ഹോളോ ഹൈലൈൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഹോളോ ഹൈലൈൻ റോക്സ് എന്ന് പറഞ്ഞാൽ അവിടെ എന്തായിരിക്കണം? മുഴുവനായിട്ടും പൂർണ്ണമായിട്ടും ഗ്ലാസി മെറ്റീരിയൽ ആണെങ്കിൽ, അല്ലെങ്കിൽ അമോഫസ് ആയിട്ടുള്ള അവസ്ഥയാണെങ്കിൽ, അല്ലെങ്കിൽ വളരെ നമുക്ക് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമുക്ക് ചില ബസാൾട്ടൊക്കെ നമുക്ക് എടുത്ത് നോക്കിയാൽ നമുക്ക് കണ്ണുകൊണ്ട് അതിലുള്ള ഗ്രെയിൻസ് ഒന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല,
ബസാൾട്ട് എന്ന് പറഞ്ഞാൽ ഒരു വോൾക്കാനിക് റോക്കാണ് കേട്ടോ, അതായത് ലാവ തണുത്തുറഞ്ഞുണ്ടാകുന്ന റോക്കാണ്. അപ്പോൾ ആ റോക്കൊന്നും നമുക്ക് എന്ത് ചെയ്യാം, അതിലെ ക്രിസ്റ്റൽസ് ഒന്നും നമ്മളെ കണ്ണുകൊണ്ട് അങ്ങനെ പെട്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പോൾ അത് ഫാസ്റ്റ് കൂളിംഗ് ആയിട്ട് നടന്നിട്ടുണ്ടായിരിക്കാം. അപ്പോൾ ആയതിനാൽ അത്തരം ശിലകളെയൊക്കെ നമുക്ക് എന്ത് പറയാം, ഹോളോ ഹൈലൈൻ എന്ന് പറയാം. എന്നാൽ ഗ്രാനൈറ്റ് പോലെയുള്ളതൊക്കെ എന്ത് ചെയ്യാം, നമുക്ക് ഹോളോ ക്രിസ്റ്റലൈൻ എന്നാണ് നമുക്ക് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഹോളോ ഹൈലൈൻ റോക്കിൻ്റെ പ്രത്യേകത എന്താണ്? ഹോളോ ഹൈലൈൻ ടെക്സ്ചർ എന്ന് നമ്മൾ പറയണമെങ്കിൽ ആ ശിലയിൽ നമുക്ക് പെട്ടെന്ന് എന്താണ്, അല്ലെങ്കിൽ നമ്മുടെ ലാവയിൽ നിന്ന് രൂപപ്പെട്ട ശിലകളായിരിക്കും, അല്ലെങ്കിൽ വളരെ സൂപ്പർ കൂളിംഗ് അല്ലെങ്കിൽ വളരെ ഫാസ്റ്റായിട്ട് കൂളിംഗ് നടന്നിട്ട് രൂപപ്പെട്ട ഒരു ഗ്ലാസി ഷൈനിങ് ഒക്കെ ഉള്ള ഒരു ശിലകളെയാണ് നമ്മൾ ഹോളോ ഹൈലൈൻ എന്ന് നമ്മൾ സ്വതവേ പറഞ്ഞു വരുന്നത്. ഓക്കെ, അപ്പോൾ ഹോളോ ഹൈലൈൻ ടെക്സ്ചർ എന്ന് പറയുകയാണെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങൾ ഓർക്കുക, അത്തരം ശിലകളിൽ പൂർണ്ണമായിട്ടും ആരുണ്ടാകുക, ഗ്ലാസി മാറ്ററാണ് കേട്ടോ. അതിന് എക്സാമ്പിളാണ്, ഒരു എക്സാമ്പിൾ ഇതിൽ കൊടുത്തിട്ടുണ്ട്, ഒബ്സീഡിയൻ. ഓക്കെ, ഒബ്സീഡിയൻ ഫോം ചെയ്യുന്നത് വളരെ സൂപ്പർ കൂളിംഗ് അല്ലെങ്കിൽ ചില്ലിങ്, വളരെ പെട്ടെന്ന് തണുത്തിട്ട് വളരെ ഫാസ്റ്റായിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് രൂപപ്പെടുന്ന ക്രിസ്റ്റലൈസേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സേ അവിടെ നടന്നിട്ടില്ലാത്ത ആ ഒരു രൂപമാണെന്ത്, ഒബ്സീഡിയൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൻ്റെ മലയാളം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഹോളോ ഹൈലൈൻ ശില പൂർണ്ണമായും ഗ്ലാസി വസ്തുക്കളാൽ നിർമ്മിതമായ ശിലയാണ്. ആ ഗ്ലാസി വസ്തുക്കൾ എന്നൊക്കെ ഞാൻ മുന്നേ എക്സ്പ്ലെയിൻ ചെയ്ത് അതൊക്കെ മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഒന്ന് നമ്മൾ ഇമാജിൻ ചെയ്യാൻ ശ്രമിക്കുക. ആ ഒരു ഗ്ലാസ് നമ്മൾ കാണുന്ന അതിൻ്റെ ഒരു അപ്പിയറൻസ്, അതായത് ഗ്ലാസ്സിൽ നമുക്ക് ഓരോ ഗ്രെയിൻസ്, അതിലൊരുപാട് ചെറിയ ചെറിയ മൈന്യൂട്ടായ ഗ്രെയിൻസ് ഇല്ല, അതൊന്നും നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. അത്രയും സ്മൂത്ത് ആയിട്ടുള്ള ആ ഒരു സർഫസ് അല്ലെങ്കിൽ അത്രയും സ്മൂത്ത് ആയിട്ടുള്ള ഒരു ടെക്സ്ചർ ആണെങ്കിൽ അതിനാണ് നമ്മൾ ഗ്ലാസി അല്ലെങ്കിൽ ഹോളോ ഹൈലൈൻ എന്നൊക്കെ നമ്മൾ പറയുന്നത്. ഓക്കെ, ദെൻ അടുത്തതായിട്ട് നമ്മൾ ഈ ഹെഡിങ് എഴുതുക, ഈ ഗ്ലാസി ആൻഡ് ഫ്രോതി ടെക്സ്ചർ. ഓക്കെ, ഇനി നമ്മൾ ഗ്ലാസി ടെക്സ്ചറിനെയും ഫ്രോതി ടെക്സ്ചറിനെയും വേറെ സെപ്പറേറ്റ് ആയിട്ട് പഠിക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ മുകളിൽ പറഞ്ഞിട്ടുള്ള ഹോളോ ഹൈലൈനിൻ്റെ ആ ഒരു ഭാഗം അതിൽ തന്നെ നമുക്ക് ഉൾപ്പെടുത്തുന്ന ഒരു ടെക്സ്ചറാണ് ഗ്ലാസി ടെക്സ്ചർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഗ്ലാസി ടെക്സ്ചർ ഒക്കേഴ്സ് വെൻ റോക്ക് ഫ്രീസ് ഇൻസ്റ്റൻ്റ്ലി ദർ ആർ നോ ക്രിസ്റ്റൽസ്. ഓക്കെ, അതൊരു ഗ്ലാസി ടെക്സ്ചർ എന്ന് പറയുന്നത്, ഇതിൻ്റെ മലയാളം ഞാൻ എഴുതിയിട്ടില്ല, അത് അത്രയും ചെറിയൊരു നോട്ടാണ്, നമുക്ക് ഇത്ര അറിഞ്ഞാൽ മതി. ഒരു ഗ്ലാസി ടെക്സ്ചർ എന്ന് നമ്മൾ പറയണമെങ്കിൽ എന്തായിരിക്കണം, അത് അവിടെ ഒരു തീരെ ക്രിസ്റ്റലൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ്സേ നടന്നിട്ടുണ്ടാവില്ല. അതിൻ്റെ ടെക്സ്ചർ എന്ന് പറയുന്നത് റോക്ക് വളരെ പെട്ടെന്ന് തണുത്തുറഞ്ഞ ശിലയാണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് കാണുള്ളൂ, ഗ്ലാസി ടെക്സ്ചർ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഒബ്സീഡിയൻ ആണ് അതിൻ്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ ഓർത്ത് വെക്കുക. ഗ്ലാസി ടെക്സ്ചറിൻ്റെ ഏറ്റവും ഉത്തമമായിട്ടൊരു എക്സാമ്പിൾ നമുക്ക് പാഠപുസ്തകത്തിലുള്ളതാണ് ഒബ്സീഡിയൻ. ഓക്കെ, അപ്പോൾ അത് ഒക്കെ ഓർത്ത് വെക്കുക. അപ്പോൾ ഇതിൻ്റെ മലയാളം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, വളരെ പെട്ടെന്ന് തണുക്കുന്ന ശിലകളിൽ ഉണ്ടാകുന്ന ടെക്സ്ചറാണ് എന്ത്, ഗ്ലാസി ടെക്സ്ചർ. അവിടെ എന്ത് സംഭവിക്കുന്നില്ല, ക്രിസ്റ്റൽസ് അല്ലെങ്കിൽ ക്രിസ്റ്റലൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് അവിടെ ഇല്ല, അതിനാൽ അവിടെ ഒരു ക്രിസ്റ്റൽസും അവിടെ രൂപപ്പെട്ടിട്ടില്ല എന്നതാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് ഫ്രോതി ടെക്സ്ചർ അല്ലെങ്കിൽ വെസിക്കുലാർ ടെക്സ്ചർ, രണ്ട് രീതിയിൽ നമുക്കിത് പറയാം. വെസിക്കിൾസ് ഉണ്ടായതുകൊണ്ട് അതിനെ നമ്മൾ വെസിക്കുലാർ ടെക്സ്ചർ അല്ലെങ്കിൽ ഫ്രോതി ടെക്സ്ചർ എന്നൊക്കെ നമുക്ക് പറയാം. ഓക്കെ, it exhibited by some volcanic rocks such as pumice, which is a light colored volcanic rock that is full of holes. അതായത് ഒരു വോൾക്കാനിക് റോക്കാണ് എന്ത്, ഒരു വോൾക്കാനിക് റോക്കായിട്ടുള്ള പ്യൂമിസ്, ലൈറ്റ് കളർ ആയിട്ടുള്ള ഒരു വോൾക്കാനിക് റോക്കായിട്ടുള്ള പ്യൂമിസിൻ്റെ ഒരു ടെക്സ്ചറാണെന്ത്, വെസിക്കിൾസ്. പ്യൂമിസിന് മാത്രമല്ല കേട്ടോ, വെസിക്കുലർ ബസാൾട്ടും ഉണ്ട്. ഓക്കെ, അപ്പോൾ വെസിക്കിൾസിൽ നമ്മളൊരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞതാണ്. നമുക്ക് താഴെ തന്നിരിക്കുന്ന ഈ ഒരു പിക്ചറിൽ കാണുന്നത് പ്യൂമിസ് എന്ന് പറയുന്ന റോക്കാണ്. അതായത് നമ്മൾ വെള്ളത്തിലിട്ടാൽ താഴ്ന്നു പോകാത്ത, വെള്ളത്തിനേക്കാൾ ഡെൻസിറ്റി കുറവായിട്ടുള്ള ഒരു ശിലയാണ്, ഒരു വോൾക്കാനിക് ശിലയാണ് എന്ത്, നമ്മുടെ പ്യൂമിസ് എന്ന് പറയുന്നത്. നമുക്കത് കയ്യിലൊക്കെ എടുക്കുമ്പോൾ വളരെ ഭാരം കുറഞ്ഞ ഒരു ഫീലിംഗ് ആയിരിക്കും ഉണ്ടാകുക. ഓക്കെ, അതിന് കാരണം ആ ഒരു ശിലയിൽ ഒരുപാട് ഹോൾസ് ഉണ്ട്, ആ ഹോൾസിലൊക്കെ എയർ ഫില്ല് ചെയ്ത് കിടക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇത് രൂപപ്പെടുന്നത് എങ്ങനെയെന്ന് പറഞ്ഞാൽ നമ്മുടെ മാഗ്മ നമ്മുടെ സർഫസിലേക്ക് വരും. അപ്പോൾ ആ ലാവയിൽ നിന്ന് എന്ത് ചെയ്യും, ഒരുപാട് ഗ്യാസസ് ഒക്കെ പുറന്തള്ളപ്പെടും. ഗ്യാസസ് പുറന്തള്ളപ്പെടുന്ന സമയത്ത് അതിൽ നിന്നൊക്കെ ഒരുപാട് ബബിൾസ് അല്ലേ, ഒരുപാട് പോള ഇങ്ങനെ വന്നിങ്ങനെ പൊട്ടിയുണ്ടാവും. അങ്ങനെ ആ ഒരു ബബിൾസ് പൊട്ടുന്ന സമയത്ത്, അത് ബബിൾസായിട്ട് ഇങ്ങനെ വരുന്ന സമയത്ത് ഇത് പെട്ടെന്ന് വളരെ സ്പീഡായിട്ട് എന്ത് ചെയ്യും, ഇത് കൂളിംഗ് സംഭവിച്ചുകൊണ്ടിരിക്കും. ആ കൂളിംഗ് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഗ്യാസ് ഇങ്ങനെ അതിൽ നിന്ന് എസ്കേപ്പ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ഗ്യാസ് എസ്കേപ്പ് ചെയ്യുന്ന ആ ഒരു ഓപ്പണിംഗ് ഇല്ലേ, അല്ലെങ്കിൽ ആ ഒരു ബബിൾസ് ഇല്ലേ, അവിടെ എന്തായി മാറും, ഒരു ദ്വാരങ്ങളായിട്ട് അവിടെ നിലകൊള്ളും. അതങ്ങനെ തന്നെ ആ ഒരു ദ്വാരങ്ങളായിട്ട് അവിടെ എക്സിസ്റ്റ് ചെയ്യും. ഓക്കെ, അങ്ങനെയാണ് ഇത്തരം ശിലകൾ രൂപപ്പെടുന്നത്.
അപ്പോൾ ഇത് ഒരു നമ്മുടെ എക്സാമ്പിൾ, അതായത് ഒരു വെസിക്കുലാർ അല്ലെങ്കിൽ ഫ്രോതി ടെക്സ്ചറിൻ്റെ ഒരു എക്സാമ്പിളാണ് നമ്മുടെ പ്യൂമിസ് എന്ന് പറയുന്നത്. ഇത് ലൈറ്റ് കളേർഡാണ്, ഇതിൻ്റെ കളർ എന്ന് പറഞ്ഞാൽ ലൈറ്റാണ്. ഇതിൻ്റെ ഒരു ഡാർക്ക് കളർ വെറൈറ്റി ഉണ്ട്, അതാണ് എന്ത് സ്കോറിയ എന്ന് പറയും. ഓക്കെ, അതൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. സ്കോറിയ പ്യൂമിസിൻ്റെ ഡാർക്ക് കളർ ആയിട്ടുള്ള വെസിക്കിൾസ് ഉള്ള ഇതേ ടെക്സ്ചറുള്ള സെയിം ടെക്സ്ചറുള്ള മറ്റൊരു റോക്കാണ് സ്കോറിയ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ മിനറൽ കനോട്ട് ബി ഐഡൻറ്റിഫൈഡ് വിത്ത് അൺഎയ്ഡഡ് ഐ. നമ്മുടെ കണ്ണുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇത് കാണാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു റോക്കിനെ നമുക്ക് ഏതൊക്കെ ടെക്സ്ചർ വെച്ച് പറയാം? ഇത് വളരെ ഫൈനാണ്, വെരി ഫൈനാണ് എന്ന് പറയാം. അതുപോലെ തന്നെ നമുക്ക് എന്ത് പറയാം? ഹോളോ ഹൈലൈൻ ടെക്സ്ചർ ആണെന്ന് പറയാം. പിന്നെന്ത് പറയാം? വെസിക്കുലർ ടെക്സ്ചർ ആണെന്ന് പറയാം. ഇത്രയും 3 കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ശിലയിൽ നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു സെക്ഷനിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇനി നമുക്ക് ഡീൽ ചെയ്യാൻ നിങ്ങൾക്ക് ഒരു ഹോംവർക്കാണ്, നിങ്ങൾക്ക് വീട്ടിലിരുന്നിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ്. ഇതൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് കൈൻഡ് ഓഫ് ടെക്സ്ചർ ഡു യു എക്സ്പെക്ട് ഇൻ പ്ലൂട്ടോണിക് റോക്സ്? അതായത് പ്ലൂട്ടോണിക് റോക്സിന് ഏത് തരത്തിലുള്ള ടെക്സ്ചേഴ്സ് ആണുള്ളത് എന്നുള്ളതാണ് നിങ്ങൾ വിവരിക്കേണ്ടത്. അതായത് വാട്ട് ഡിഫറൻസസ് ഇൻ ക്രിസ്റ്റൽ സൈസ് മൈറ്റ് യു എക്സ്പെക്ട് ബിറ്റ്വീൻ 2 റോക്സ്, വൺ ഫോംഡ് അറ്റ് സർഫസ് ആൻഡ് അതർ അറ്റ് ഡെപ്ത്? അതായത് ഒന്ന് നമ്മളെ സർഫസിലും ഒന്ന് നമ്മളെ ഡെപ്തിലും, അതായത് ഈ നമ്മളെ എർത്തിൻ്റെ ഉൾഭാഗത്തുമായിട്ട് രൂപപ്പെടുന്നുണ്ട്. അത് പ്ലൂട്ടോൺസും, മുകളിലുള്ളത് എന്താണ് വോൾക്കാനിക് റോക്സ് അല്ലെങ്കിൽ എക്സ്ക്ലൂസീവ് റോക്ക് എന്ന് പറയും. ഈ 2 റോക്കിൻ്റെ ആ ഒരു ക്രിസ്റ്റൽ സൈസിലൊക്കെ ഉള്ള ഡിഫറൻസ് എന്താണെന്നാണ് ചോദിക്കുന്നത്. പ്ലൂട്ടോണിക് റോക്സിൽ നിന്ന് വോൾക്കാനിക് റോക്കിലേക്ക് വരുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് സംഭവിക്കുന്ന ആ ക്രിസ്റ്റൽ സൈസിലുണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ എഴുതേണ്ടത്. വളരെ സിമ്പിളാണ്. ദെൻ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ബേസിക് ഡിഫറൻസ് ബിറ്റ്വീൻ ഡൈക്ക് ആൻഡ് സില്ല്? ഡൈക്കും സില്ലും തമ്മിലുള്ള അടിസ്ഥാനപരമായിട്ടുള്ള ഡിഫറൻസ് അല്ലെങ്കിൽ വ്യത്യാസം എന്താണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളുടെ ആൻസറൊക്കെ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിലൊക്കെ ചെയ്യുക, അതനുസരിച്ചുള്ള മറുപടി ഞാൻ തരുന്നതാണ്. പിന്നെ നിങ്ങളുടെ ഫീഡ്ബാക്കിനനുസരിച്ചിട്ടായിരിക്കും നമ്മുടെ ക്ലാസ് മുന്നോട്ട് പോവുക. അപ്പം മാക്സിമം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുകയും അതുപോലെ തന്നെ നിങ്ങൾ കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതെനിക്കൊരു മോട്ടിവേഷനാണ്. അപ്പോൾ കൂടുതൽ വീഡിയോ എഴുതാനും എൻ്റെ ക്ലാസ്സുകൾ നന്നാക്കാനും ഞാൻ ശ്രമിക്കും. അപ്പോൾ അതിനാൽ നിങ്ങളുടെ ഒരു സപ്പോർട്ട് തീർച്ചയായിട്ടും ഇതിനോടൊപ്പം വേണം. എല്ലാവരും എന്ത് അഭിപ്രായങ്ങൾ, എന്ത് ഫീഡ്ബാക്കും കാര്യങ്ങളും ഉണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്യാം. ഓക്കെ, ഒരു ടെലഗ്രാം ചാനൽ ക്രിയേറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു വാട്സപ്പ് ചാനൽ. അത് എന്നാണ് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നത് ആ സമയത്ത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതാണ്. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളത് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ നോട്ടിഫിക്കേഷനൊക്കെ അപ്ഡേറ്റ് ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു